അഡ്വക്കേറ്റ് ബി.ജെ. വിഷ്ണു, ഈ അച്ഛനും അമ്മയും അമ്മുമ്മയും നഷ്ടപ്പെട്ട ആ കുട്ടികൾ കരഞ്ഞു പറയുന്നു, ഞങ്ങൾക്ക് പോലീസിൽ പ്രതീക്ഷയില്ല, പോലീസിൽ വിശ്വാസമില്ല, പോലീസിന് അറിയാമായിരുന്നു ഞങ്ങൾ ഭീഷണിയുടെ നിഴലിലാണ് എന്ന്. പക്ഷേ ഒരു തരത്തിലും അവർ പ്രതികരിച്ചില്ല. പകരം പ്രതിയെ വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടയച്ചു. ഒരുപക്ഷെ അവർ വേണ്ട വിധം ഇടപെട്ടിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന് ആ കുരുന്നുകൾ പൊട്ടിക്കരഞ്ഞു പറയുമ്പോൾ കേരളം ഒരുപോലെ ആ കുട്ടികൾക്കൊപ്പം ആ സങ്കടം പങ്കിടുകയാണ്. ഇവിടുത്തെ പോലീസ് സിസ്റ്റം അതിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? കേവലം ഒരു സസ്പെൻഷനിൽ ഒതുക്കിയാൽ മാത്രം തീരാവുന്ന ഒരു ശിക്ഷ ആണോ ഇത് വേണ്ടത്, അല്ലെങ്കിൽ ഇതാണോ ശരിക്കുമുള്ള നടപടി? കേരളത്തിന്റെ കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഹീനവുമായ കൊലപാതകമായിരുന്നു നെന്മാറയിൽ കണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഭരണകൂടത്തിന്റെ വീഴ്ച കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഇരട്ട കൊലപാതകം നെന്മാറയിൽ നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന പോലീസ് സംവിധാനത്തെ ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെടേണ്ട SHOയുടെ കഴിവില്ലായ്മ മൂലം, നിലപാടില്ലായ്മ മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം വരുത്തി വച്ചിരിക്കുന്നത്. വിളിച്ചു വരുത്തിയ ഇരട്ട കൊലപാതകമാണ്. സത്യത്തിൽ ആ SHOക്കെതിരെ വധശ്രമത്തിന് അല്ലെങ്കിൽ കൊലപാതക കുറ്റം ചുമത്തണം. കാരണം അദ്ദേഹമാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി. കാരണം കൊലക്കേസ് പ്രതിക്ക് ജാമ്യം നൽകുകയും അയാൾക്ക് ആ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തിന് ഭീഷണി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് അയാളുടെ ജാമ്യം റദ്ദാക്കി തിരിച്ച് ജയിലിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം ആ SHOയ്ക്കുണ്ട്. അത് ചെയ്തില്ല. അവിടെ ആഭ്യന്തര വകുപ്പ് വളരെ ലഘുവായി കണ്ടുകൊണ്ട് അയാളെ ഒരു താക്കീത് നൽകാൻ SHOയ്ക്ക് എന്ത് അധികാരമാണുള്ളത്? SHOയ്ക്ക് താക്കീത് നൽകുകയല്ലല്ലോ SHOയുടെ പണി. ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥ ഉള്ള രാജ്യത്ത് എല്ലാ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു താക്കീത് നൽകുമ്പോൾ ഒരു സംവിധാനം മുഴുവൻ തകർന്നു. ഒരു കുടുംബത്തിന്റെ ജീവനെല്ലാം എടുത്ത് ആ കുഞ്ഞു മകൾ ഇന്ന് സമൂഹത്തിനോട് വാവിട്ട് കരയുകയാണ്. എത്ര ഹീനമായ അവസ്ഥയാണ്. ചില ക്രൈമുകളൊന്നും നമുക്ക് തടയാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നിട്ട് കൂടി ആ ക്രൈം ഇപ്പോൾ അവിടെ നടന്നത് പോലീസിന് തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ഇതിന് ആഭ്യന്തര വകുപ്പിന് ഒഴിഞ്ഞുമാറാൻ യാതൊരുവിധ കഴിവില്ല. കേരളത്തിൽ എല്ലായിടത്തും ആഭ്യന്തര വകുപ്പ് ഒരു പരാജയം മാറുകയാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം രാജ്യത്തെ മികച്ച പോലീസ് സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. എത്രയോ ക്രിമിനലുകൾ എവിടെയെല്ലാം പോയി പിടിക്കുന്നു. അപ്പോൾ അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പലയിടത്തും പോലീസ് സംവിധാനത്തെ മുഴുവൻ തങ്ങളുടെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മെരുക്കി നിർത്തുമ്പോൾ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ നിലപാടും അവർക്ക് കർശനമായ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം അവർക്ക് നിലപാടെടുക്കാൻ കഴിയുന്നില്ല. എല്ലായിടത്തും തണുപ്പൻ സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് നോക്കൂ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കൂ, കാരണവർ കൊലക്കേസിലെ മുഖ്യപ്രതിക്ക് ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അവർക്ക് മുന്നേ അപേക്ഷ നൽകിയവരുടെ പട്ടികയെല്ലാം മാറ്റിക്കൊണ്ട് 14 വർഷം പൂർത്തിയാക്കിയതിന്റെ ദാരുണമായ കൊലപാതകത്തിന് അവർക്ക് പരോൾ നൽകാൻ, അല്ലെ അവരെ വെറുതെ വിടാൻ പോകുന്നു. ഇതെങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് കഴിയുന്നത്? ഇത് ഏത് തരത്തിലാണ് ആഭ്യന്തര വകുപ്പിന് നിലപാടെടുക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇത് സാധൂകരിക്കാൻ കഴിയുന്നത്? കേരളം കണ്ട ഏറ്റവും ഹീനമായ കൊലപാതക കേസിലെ പ്രതികൾക്കടക്കം അപേക്ഷകളുടെ എല്ലാ പരിഗണനയും മറന്നുകൊണ്ട് അവർക്കൊരു മുന്നോട്ട് പോകാൻ ആരാണ് സഹായിക്കുന്നത്? അപ്പോൾ അതിന് കൃത്യമായ മറുപടി ആഭ്യന്തരമന്ത്രി കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറഞ്ഞേ മതിയാകൂ. കാരണം വെച്ചാൽ ഇത് ആരുടെ തീരുമാനമാണ്? ആരാണ് അവർക്ക് വേണ്ടി ഇടപെടുന്നത്? ഏത് MLAയോ മന്ത്രിയോ ആണ് അവരെ സഹായിക്കാനുള്ളത്? അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹവും തന്നെയാണോ നേരിട്ട് സഹായിക്കുന്നതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം. കാരണം ഇങ്ങനെ ഹീനമായ കൊലപാതകത്തിൽ ഏർപ്പെട്ടവരെല്ലാം പൊതുസമൂഹത്തിലേക്ക് തുറന്നു വിട്ടുകൊണ്ട് മറ്റു മനുഷ്യരുടെ ജീവൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തന്നെ ആരാച്ചാരുടെ പണി ചെയ്യുകയാണ്. ഈ പണി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മതിയാക്കിയില്ലെങ്കിൽ ജനം നിയമം കൈയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ ജനനിയമം കൈയെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുമെന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ജനം തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.